നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് പഠിക്കേണ്ടത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ Z1 ഈസ് ഇക്വൽ ടു 3 + 4i, ഫൈൻഡ് Z2 സച്ച് ദാറ്റ് Z2 ഈസ് ഇക്വൽ ടു i ഇൻറ്റു Z1. Z1 തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ Z2 കാണണം. Z2 കാണാൻ i ഇൻറ്റു Z1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ Z1 3 + 4i എടുത്തെഴുതി. Z2 ഈസ് ഇക്വൽ ടു i ഇൻറ്റു Z1 ഈസ് ഇക്വൽ ടു i ഇൻറ്റു 3 + 4i ഈസ് ഇക്വൽ ടു 3i + 4i². അതായത് 3i + 4 ഇൻറ്റു -1 എന്ന് വെച്ചാൽ -4 റിയൽ പാർട്ട് 3 ഇമാജിനറി പാർട്ട് വരുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. -4 + 3i നമുക്ക് Z2 കിട്ടി. പ്ലോട്ട് P ആൻഡ് Q റെപ്രസെൻറ്റിങ് Z1 ആൻഡ് Z2 ഓൺ ആർഗൻറ്റ് പ്ലെയിൻ. അപ്പോൾ നമുക്ക് Z1 3 + 4i ആയതുകൊണ്ട് +3 +4 എന്ന പോയിൻ്റാണ് Z1നെ സൂചിപ്പിക്കുന്ന P. അപ്പോൾ P 3 4ഉം Q Z2നെ സൂചിപ്പിക്കുന്നത് -4 3, x കോർഡിനേറ്റ് -4 y കോർഡിനേറ്റ് 3 വരുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മൾ x അക്ഷം y അക്ഷം വരച്ചിട്ട് 3 4 എന്ന പോയിൻ്റ് Pയെ സൂചിപ്പിക്കുന്നു. 3 x അക്ഷത്തിലെ 3 y അക്ഷത്തിലെ 4ൻ്റെ നേരെ 3 4 P. -4 3 എന്ന പോയിൻ്റ് Qവിനെ സൂചിപ്പിക്കുന്നു. x അക്ഷത്തിലെ -4 y അക്ഷത്തിലെ 3 -4 3 എന്ന പോയിൻ്റ് Qവിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ x ആക്സിസും y ആക്സിസും വരച്ച് നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തി ഇങ്ങനെ O മുതൽ P വരെയും O മുതൽ Q വരെയും യോജിപ്പിച്ചും കൂടെ വെച്ചാൽ നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിനെ ആർഗൻറ്റ് പ്ലെയിനിൽ സൂചിപ്പിച്ചു. ഇപ്പോൾ OP ആയിരിക്കും ആ കോംപ്ലക്സ് നമ്പറിൻ്റെ, OPയുടെ നീളമായിരിക്കും ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. അതായത് √3² + 4². നിങ്ങൾക്കറിയാം ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഇതാണ് 4 യൂണിറ്റ്, ഒരു സൈഡ് ഇതാണ് 3 യൂണിറ്റ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് OP. അതായിരിക്കുമല്ലോ അതിൻ്റെ √3² + 4². അതാണല്ലോ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ, അതായത് Z1 എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. അതാണ് OP കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ OQ എന്ന് പറയുന്നത് Z2 എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് √−4² + t². അതായത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ പൊക്കം 3, ഈ പൊക്കം ഈ ദൂരം -4. -4 എന്ന് പറഞ്ഞാൽ അത് നീളമായിട്ട് വരുമ്പോൾ 4. അങ്ങനെ -4ഉം 3ഉം വരുന്ന ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണിത്. അപ്പോൾ ആ ഹൈപ്പോട്ടന്യൂസ് OQൻ്റെ നീളം എന്ന് പറയുന്നത് Z2 എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസാണ്. അപ്പോൾ ഈ OPയും OQയും കൂടെ യോജിപ്പിച്ചും കൂടെ വെക്കണം. എങ്കിൽ മാത്രമേ ആർഗൻറ്റ് പ്ലെയിനിൽ നമുക്കത് Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പറിനെ സൂചിപ്പിച്ചതായിട്ട് പറ്റുള്ളൂ. ഷോ ദാറ്റ് ആംഗിൾ POQ 90 ഡിഗ്രി എന്നൊരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്തുണ്ട്. ആംഗിൾ POQ 90 ഡിഗ്രി ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ POQ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. അപ്പോൾ OPയുടെ നീളം കണ്ടു, OQൻ്റെ നീളം കണ്ടു, പിന്നെ PQൻ്റെ നീളവും കണ്ടു. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് എന്നിട്ട് ഏതെങ്കിലും രണ്ട് സ്ക്വയറുകൾ കൂട്ടുമ്പോൾ മറ്റേ സൈഡിൻ്റെ സ്ക്വയറായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് OPയുടെ നീളം എന്ന് പറയുന്നത് √(x2 - x1² + y2 - y1² ഈസ് ഇക്വൽ ടു √(3 - 0² + 4 - 0² √9 + 16, അതായത് 5 എന്ന് കിട്ടി. OQൻ്റെ നീളം എന്ന് പറയുന്നത് √(−4 - 0² + 3 - 0², അതും 5 കിട്ടി. ഇത് O എന്ന് പറഞ്ഞാൽ 0 0 ആണ്. പിന്നെ PQൻ്റെ നീളം ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് ഞാൻ പറയണത്. ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1² + y2 - y1². ഇത് നമുക്ക് x1 y1, ഇത് x2 y2 എടുക്കുകയാണെങ്കിൽ x2 - x1² എന്ന് പറയുമ്പോൾ -4 - 3² x2 y2 x1 y1. അപ്പോൾ -4 - 3² ആണ് റൂട്ടിനകത്ത് ആദ്യം വരുന്നത്, പ്ലസ് 3 - 4² അങ്ങനെ ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് -7ൻ്റെ സ്ക്വയർ 49 പ്ലസ് -1ൻ്റെ സ്ക്വയർ വന്ന് √50 കിട്ടി. നിങ്ങൾക്കിത് കണ്ടറിയാം. OPയുടെ സ്ക്വയറും OQൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ PQൻ്റെ സ്ക്വയർ വരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്വയർ 25ഉം ഈ 25ഉം കൂടെ കൂട്ടുമ്പോൾ 50 വരുന്നുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ POQ ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദെർഫോർ ആംഗിൾ POQ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇവിടെ തെളിയിച്ച് OPയുടെ നീളം കണ്ടു, OQൻ്റെ നീളം കണ്ടു, PQൻ്റെ നീളം കണ്ടു. എല്ലാം കണ്ടത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ്. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? √(x2 - x1² + y2 - y1². O എന്നുള്ള പോയിൻറ്റ് 0 0
പി ക്യൂവിൻ്റെ നീളം കാണുമ്പോൾ ഇത് x2y2 ഇത് x1y1 ആയിട്ട് എടുത്തു. ഏത് വേണമെങ്കിലും x1y1 x2y2 എടുക്കാം. ഏതായാലും ഈ ഫോർമുലയിൽ ചെയ്താൽ മതി. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഒ പിയുടെ സ്ക്വയറും ഒ ക്യൂവിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ പി ക്യൂവിൻ്റെ സ്ക്വയർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ പി ഒയ്ക്കും. അത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് വരുന്നു. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും. 20ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു 1/1 - i. ആദ്യം തന്നെ ഒരു കോംപ്ലക്സ് നമ്പർ a+ib എന്ന ഫോമിൽ ആക്കണം. ഇവിടെ കാരണമാണ് നടക്കുന്നത്. 1/1 - i ഇതുപോലെ a+ib എന്ന രൂപത്തിലാക്കിയിട്ട് മാത്രമേ മോഡുലസും ആർഗ്യുമെൻറ്റും കാണാൻ പറ്റുള്ളൂ. കാരണം ചെയ്യാനായിട്ട് അത് അതേപടി എഴുതിയിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ്, അതായത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റുന്നത് 1+i കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. അങ്ങനെ 1+i കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചപ്പോൾ 1/1 - i ഇതിൻ്റെ കൂടെ ഇട്ട് ഗുണിച്ചപ്പോൾ വില വ്യത്യാസം വരുന്നില്ല. 1+i മുകളിൽ -b × a+b a² - b², 1² - i². 1+i/1 - -1 അതായത് 2 കിട്ടി. 1+i/2 എന്ന് വെച്ചാൽ 1/2 + 1/2i എന്നാണ് കിട്ടിയത്. അപ്പോൾ മോഡുലസ് r എന്ന് പറയുന്നത് മോഡ് z ആണ്. √1/2ൻ്റെ സ്ക്വയർ അതായത് 1/4 + b², a² + b² ആണല്ലോ റൂട്ടിൽ വരുന്നത്. 1/2ൻ്റെ സ്ക്വയർ 1/4, കാലും കൂടെ കൂട്ടി ആരാ റൂട്ടിനകത്ത് ഹാഫ് എന്ന് വെച്ചാൽ 1/√2 എന്ന് കിട്ടി. ആർഗ്യുമെൻറ്റ് കാണാനായിട്ട് sin θ y/r x+i/y എന്ന രൂപത്തിൽ വരുമ്പോൾ ചില സമയത്ത് √a² + b² പറയും, ചില സമയത്ത് √a² + y² പറയും. കാരണം a+ib എന്ന രൂപത്തിലും x+iy എന്ന രൂപത്തിലും കോംപ്ലക്സ് നമ്പറിനെ പറയാൻ പറ്റും. അപ്പോൾ x ഹാഫ് y ഹാഫ് എന്ന് എടുക്കാം. അപ്പോൾ r √a² + y². ഇനി a+ib എന്ന രൂപത്തിലെടുക്കുമ്പോഴാണ് a ഹാഫ് b ഹാഫ്. അപ്പോൾ മോഡുലസ് ഓഫ് z √a² + b². എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. sin θ y/r ഹാഫ് by 1/√2. അപ്പോൾ 1/2 × √2/1 കിട്ടിയ ആൻസർ 1/√2. cos θ x/r 1/2 by 1/√2. അവിടെയും കിട്ടുന്നത് 1/√2 ആണ്. അപ്പോൾ തീറ്റ എത്രയാണ്? 45 ഡിഗ്രി. cos θയും sin θയും 1/√2 വരുന്നത് തീറ്റ 45 ഡിഗ്രി എന്ന π/4 ആണ്. 45 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നിങ്ങളിവിടെ എഴുതിക്കോ. π/4 ആണ്. ആംഗിളിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടാണ്. സാരമില്ല, ട്രിഗ്നോമെട്രിയിൽ വരുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആയിക്കോളും. തീറ്റ 45 ഡിഗ്രി π/4 അതാണ് ആർഗ്യുമെൻറ്റ്. ഇനി റൈറ്റ് അനദർ കോംപ്ലക്സ് നമ്പർ z1 വിത്ത് സെയിം ആർഗ്യുമെൻറ്റ് ആൻഡ് ഡിഫറൻറ്റ് മോഡുലസ് ഓഫ് z. ഈ ആദ്യത്തേൽ കിട്ടിയ അതേ ആർഗ്യുമെൻറ്റ് തീറ്റ π/4 തന്നെ ഇട്ടുകൊണ്ട് പക്ഷേ ഡിഫറൻറ്റ് മോഡുലസ് എടുത്തുകൊണ്ട് ഇവിടെ മോഡുലസ് 1/√2 ആണ്. നമുക്ക് 2 എന്ന മോഡുലസ് വെറുതെ വേറൊരു ഡിഫറൻറ്റ് മോഡുലസ് എടുത്തുകൊണ്ട് നമുക്ക് വേറൊരു കോംപ്ലക്സ് നമ്പർ z1 എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ z1 ഈസ് ഇക്വൽ ടു r × cos θ + i sin θ എന്നാണല്ലോ ഈ പോളാർ ഫോം. അപ്പോൾ അത് വെച്ചേ പറ്റുള്ളൂ. r വെറുതെ രണ്ടെണ്ണം എടുത്താണ്. cos θ ഇത് തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞത് തീറ്റ. അതുകൊണ്ട് cos π/4 + i sin π/4. അപ്പോൾ 2 × cos 45 ഡിഗ്രി 1/√2 ആണ് + i sin 45 ഡിഗ്രി 1/√2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2/√2 എന്ന് പറയുന്ന √2 + i × ഇത് ഗുണിക്കുമ്പോഴും √2 കിട്ടുന്നു. 2/√2 √2 കിട്ടുന്നു. √2 + i √2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് z ഈസ് ഇക്വൽ ടു 1 + i ആണെങ്കിൽ z സ്ക്വയർ കാണുക, z⁻10 കാണുക. z സ്ക്വയർ എന്ന് പറയുന്നത് 1+iയുടെ ഹോൾ സ്ക്വയർ, a+b ഹോൾ സ്ക്വയർ a² + 2ab + b², a² 1² + 2ab 2 × 1 × i + b² i². അപ്പോൾ 1 + 2i - 1. അപ്പോൾ നമുക്ക് 2i കിട്ടി. z⁻10 കാണാൻ പോകാം. z⁻10 എന്ന് പറയുന്നത് z സ്ക്വയറിൻ്റെ ഹോൾ റേസ്റ്റ് 5 ആണ്. 2ഉം 5ഉം കൂടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ഗുണിക്കുവാണ്. അപ്പോൾ നമ്മുടെ 10 ആയിക്കോളും. z സ്ക്വയർ ഹോൾ റേസ്റ്റ് 5. അപ്പോൾ 2iക്ക് ഹോൾ റേസ്റ്റ് 5, 2⁵, i⁵, 2⁵ 32 ആണ്. i⁵, i⁴k +1 എന്ന രൂപത്തിൽ എഴുതുമ്പോൾ k 1 ഇട്ടാൽ മതി. i⁴ × 1 + 1. അപ്പോൾ i⁴k +1. അതിൻ്റെ ആൻസർ 1i - 1 - i എന്നാണല്ലോ 4 ആൻസർ. ആദ്യത്തത് i⁴k, പിന്നെ i⁴k +1. അപ്പോൾ ആൻസർ പോണത് 1i - 1 - i. രണ്ടാമത്തെ
ആൻസറാണ്, ഐ ആണ് ആൻസർ. അപ്പോൾ അത് 32 ഇൻറ്റു ഐ വന്നിട്ട് 32 ഐന്ന് ആൻസർ കിട്ടുന്നു. Z⁻10 കണ്ടത് Z² all⁵5 ചെയ്തിട്ടാണ്. Z² 2i ആയതുകൊണ്ട് all⁵5 2⁵5 ഇൻറ്റു i⁵5 32 ഇൻറ്റു i⁴ ഇൻറ്റു 1 + 1 32 എന്നാണ് ആൻസർ കിട്ടിയത്. 22ാമത്തെ ക്വസ്റ്റ്യനിൽ Z R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ Z ബാർ കാണുക. ZR ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ Z ബാർ കാണുക. ZR ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് Z ബാർ. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുക. അപ്പോൾ Z ബാർ R ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ഹെൻസ് ഷോ ദാറ്റ് Z ഇൻറ്റു Z ബാർ ഈസ് ഇക്വൽ ടു മോഡ് Z². ഇസഡും Z ബാറും കൂടെ നമുക്ക് ഗുണിക്കാൻ നോക്കാം. R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയും R ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയുടെ ഗുണിച്ചാൽ R² ഇൻറ്റു ഇത് A + B ഇൻറ്റു A - B A² മൈനസ് B² cos² തീറ്റ മൈനസ് I² sin² തീറ്റ വരും. അപ്പോൾ R² ഇൻറ്റു cos² തീറ്റ മൈനസ് -1 ഇൻറ്റു sin² തീറ്റ R² ഇൻറ്റു cos² തീറ്റ പ്ലസ് sin² തീറ്റ. ഈ വില 1 ആണെന്ന് നിങ്ങൾക്ക് അറിയണം. cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 ആണ്. ട്രിഗ്നോമെട്രി പഠിക്കാനുള്ളൊരു ഫോർമുലയാണ്. തീറ്റ ഏതും ആയിക്കോട്ടെ cos² തീറ്റ പ്ലസ് sin² തീറ്റ ഈ രണ്ട് സ്ഥലത്ത് ഒരേ തീറ്റ ആയിരിക്കണമെന്നേ ഉള്ളൂ. cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 ആണ്. അപ്പോൾ R² ഇൻറ്റു 1 R² കിട്ടും. ഇനി Z ഈസ് ഇക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ പോളാർ ഫോമിലാണ് കിടക്കുന്നത്. അതിൽ ആറാണ് ഈ ഇസഡിൻ്റെ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. അപ്പോൾ R² കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ Z എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയറാണിത്. അപ്പോൾ മോഡ് ഇസഡിൻ്റെ സ്ക്വയർ എന്നത് പറയാം. മോഡ് ഇസഡിൻ്റെ സ്ക്വയർ എന്നത് പറയാം. R² കിട്ടിയ ആൻസറിനെ 6 മോഡുലസ് ആയതുകൊണ്ട് മോഡ് Z ആണ് 6. അപ്പോൾ കിട്ടിയ R²നെ മോഡ് ഇസഡിൻ്റെ സ്ക്വയർ എന്ന് പറയാം. അങ്ങനെ Z ഇൻറ്റു Z ബാർ മോഡ് Z² എന്നുള്ള ആൻസർ കിട്ടി. എല്ലാവരും വ്യത്യാസപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നത്. Z തന്നു പോളാർ ഫോമിൽ, Z ബാർ എഴുതാൻ ചോദിച്ചു. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റിക്കൊണ്ട് ഉത്തരം എഴുതുക. ഹെൻസ് ഷോ ദാറ്റ് Z ഇൻറ്റു Z ബാർ ഇങ്ങനെ രണ്ടും കൂടെ ഗുണിക്കുക. R² ഇൻറ്റു A + B ഇൻറ്റു A - B A² മൈനസ് B² വരുമ്പോൾ cos² തീറ്റ മൈനസ് I² sin² തീറ്റ ഐയുടെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ cos² തീറ്റ മൈനസ് -1 ഇൻറ്റു sin² തീറ്റ R² ഇൻറ്റു cos² തീറ്റ പ്ലസ് sin² തീറ്റ ഈ വില 1 ആണ്. അപ്പോൾ R² കിട്ടി. 6 ആണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ Z എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. ഇത് തീറ്റ ആർഗ്യുമെൻ്റ് അങ്ങനെയാണ് പോളാർ ഫോമിൽ പറയണത്. അപ്പോൾ ഇസഡിൻ്റെ മോഡുലസ് ആണ് ഈ കിടക്കുന്ന 6. അപ്പോൾ R² മോഡ് ഇസഡിൻ്റെ സ്ക്വയറാണ്. 23 ഫൈൻഡ് റൂട്ട്സ് ഓഫ് S² പ്ലസ് S + 1 ഈസ് ഇക്വൽ ടു 0. നിങ്ങൾക്കറിയാം A1 B1 C1 X ഈസ് ഇക്വൽ ടു -B പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² മൈനസ് 4AC/2A -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1/2 ഇൻറ്റു 1 -1 പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് -3/2 -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3i/2. അപ്പോൾ രണ്ട് ആൻസർ ഉണ്ട്. ഒരു ആൻസർ -1/2 പ്ലസ് റൂട്ട് 3/2 ആയി. മറ്റേ ആൻസർ -1/2 മൈനസ് റൂട്ട് 3/2 ആയി. ഫൈൻഡ് പോളാർ ഫോം ഓഫ് ദി സൊല്യൂഷൻസ് ഓഫ് ദി എബോവ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് -1/2 പ്ലസ് റൂട്ട് 3/2 ആയി എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എഴുതാൻ പോകാം. Z S + IY ആണല്ലോ. S + IY ഇങ്ങനെ Z ഈസ് ഇക്വൽ ടു -1/2 പ്ലസ് റൂട്ട് 3/2 ആയി എന്ന് എഴുതുക. വേറൊരു കാര്യം കൂടി ഞാൻ പോളാർ ഫോമിൽ എഴുതാനുണ്ടായിരുന്നു, ഇവിടെ എഴുതിയില്ല. Z സ്ഥാനത്ത് X + IY ഈസ് ഇക്വൽ ടു -1/2 പ്ലസ് റൂട്ട് 3/2 ആയി നിങ്ങളുടെ എഴുതിയിട്ടാണ് രണ്ട് സൈഡിലെ റിയൽ പാർട്ട് X -1/2 രണ്ട് സൈഡിലെ ഇമാജിനറി പാർട്ട് Y റൂട്ട് 3/2 എന്ന് എഴുതുന്നത്. ഇനി നമുക്ക് 6 കാണാം. മോഡ് Z റൂട്ട് ഓഫ് S² പ്ലസ് Y² അതായത് 1/4 പ്ലസ് T/4 1 സൈൻ തീറ്റ Y/6 റൂട്ട് 3/2/1 റൂട്ട് 3/2 കോസ് തീറ്റ X/6 -1/2/1 -1/2. അപ്പോൾ സൈൻ വില പോസിറ്റീവ്, കോസ് വില നെഗറ്റീവ്. അപ്പോൾ കുരിശ് വരയ്ക്കണം. അതായത് എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കണം. ഫസ്റ്റ് സെക്കൻഡ് അപ്പോൾ ഓർക്കണില്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ എസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് സൈൻ പോസിറ്റീവ്. പക്ഷേ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കോസിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സൈൻ്റെ റെസിപ്രോക്കൽ കോസിക്കും, കോസ് നെഗറ്റീവാണ്. അപ്പോൾ ഈ സെക്കൻഡിലാണ് നമ്മുടെ ആംഗിൾ എന്നുള്ളത് ഉറപ്പ്. ഇനി കോസ് തീറ്റ 1/2 വരുന്നത് 60 ഡിഗ്രിക്കാണ്. അപ്പോൾ 60യുടെ മൾട്ടിപ്പിളാണ് സെക്കൻഡിൽ കിടപ്പുണ്ട്, 120 ഡിഗ്രി. അതാണ് ആൻസർ. തീറ്റ 120 ഡിഗ്രി, 120 ഡിഗ്രി. 60നെ π/3 എന്നാണ് പറയണത്. അപ്പോൾ 120നെ 2π/3 എന്നാണ് പറയണത്.
അപ്പോൾ ഇസഡ് ഈസ് ഇക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന പോളാർ ഫോം ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3 എന്ന് എഴുതി വയ്ക്കുമ്പോൾ പോളാർ ഫോം ആകും. ഇനി നമ്മുടെ അടുത്ത ഇസഡ് -1/2 -√3/2 ഐ ആണ്. ഇവിടെ നിങ്ങൾ എക്സ് പ്ലസ് ഐ വൈ സമം -1/2 -√3/2 ഐ എന്നൊന്ന് എഴുതിയേരെ. അപ്പോൾ എക്സ് -1/2 വൈ -√3/2 ആറ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതുപോലെ തന്നെ റൂട്ട് ഓഫ് 1/4 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ 3/4, അപ്പോൾ 1 കിട്ടും. സൈൻ തീറ്റ y/r സൈൻ തീറ്റ y/r -√3/2/1 -√3/2 കോസ് തീറ്റ x/r -1/2/1 -1/2 രണ്ടും നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എ എല്ലാം പോസിറ്റീവ്, സെക്കൻഡിൽ എസ് സൈൻ പോസിറ്റീവ്, തേർഡിൽ ടി ടാൻ മാത്രം പോസിറ്റീവ്. അപ്പോൾ തേർഡിലാണ് ഈ ആംഗിൾ എന്ന് ആദ്യം നമുക്ക് തോന്നും. പക്ഷേ തേർഡിൽ വരുമ്പോഴേക്കും 180 ഡിഗ്രിക്ക് 270 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ആംഗിളായി പോകും. അത് പറ്റില്ല. ഈ തീറ്റ ഇതിനിടയ്ക്ക് വേണമെന്നുണ്ട്. -180 ഡിഗ്രിക്കും +180 ഡിഗ്രി ഉൾപ്പെടെ അതിന് താഴെയും വേണമെന്നുണ്ട്. അപ്പോൾ തേർഡിലെ ആംഗിൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏതോ ഒരു നെഗറ്റീവ് ആംഗിളാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നെഗറ്റീവ് ആംഗിളാണ് ഇതിൻ്റെ ആൻസർ. നെഗറ്റീവ് ആംഗിൾ ആൻസർ വന്നെങ്കിൽ കോസ് -60 ഡിഗ്രി എടുത്താൽ അത് കോസ് 60 ഡിഗ്രി തന്നെയായിട്ട് പോസിറ്റീവ് 1/2 ആയി. ഇപ്പോൾ ഇതൊക്കെ ട്രിഗ്നോമെട്രി വരുന്ന കാര്യങ്ങളാണ്. അപ്പം 120 ഡിഗ്രിയുടെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ സൈൻ -120 ഡിഗ്രി, തീറ്റയുടെ സ്ഥാനത്ത് -120 ഡിഗ്രി ഇട്ടു. അപ്പോൾ സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് അത് -sin 120 ഡിഗ്രി വന്നിട്ട് -√3/2 വന്നോളും. കോസ് -120 ഡിഗ്രി, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ വന്നിട്ട് കോസ് 120 ഡിഗ്രി തന്നെ വന്നിട്ട് കോസ് 120 ഡിഗ്രി തന്നെ വന്നിട്ട് അത് -1/2 വരും. അപ്പോൾ ഇത് രണ്ട് ശരിയാകുന്ന ആംഗിൾ തീറ്റ -120 ഡിഗ്രിയാണ്. അപ്പോൾ അത് -2 പ്രാവശ്യം 60 ഡിഗ്രി, അതായത് π/3 -2π/3. ഈ ആംഗിൾ നിങ്ങൾക്ക് കൃത്യം ഇപ്പോൾ പിടികിട്ടില്ല. നിങ്ങളിത് ടേബിൾ വരച്ച് ഇങ്ങനെ കോളം വരച്ച് പെൻസിലിന് വരച്ച് വയ്ക്കുക. സംശയമുള്ളത് ട്രിഗ്നോമെട്രി പഠിച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നോടെ ഈ കോളം ഇങ്ങനെ ഈ രണ്ട് ലൈൻ നിങ്ങൾ ചതുരത്തിൽ പെൻസിലിന് വരച്ചിടുക. എന്നിട്ട് ട്രിഗ്നോമെട്രി എന്ന പാഠം പഠിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ തീറ്റ ഒന്നോടെ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പോളാർ ഫോമിലെ എല്ലാ കണക്കുകളിലെയും തീറ്റ ഇങ്ങനെ പെൻസിലിന് വരച്ചിടുക. ഇങ്ങനെ സൈൻ തീറ്റയും കോസ് തീറ്റയും തന്നിട്ട് എങ്ങനെ തീറ്റ കണ്ടു എന്നുള്ളത് ബാക്കിയെല്ലാം പഠിച്ചേക്കണം. അപ്പോൾ ഇസഡ് ഈസ് ഇക്വൽ ടു r ഇൻറ്റു ഇവിടെ R1 ആണല്ലോ കോസ് തീറ്റ കോസ് -2π/3 പ്ലസ് ഐ സൈൻ തീറ്റ ഐ സൈൻ -2π/3 നെഗറ്റീവ് ആംഗിൾ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇസഡ് ഈസ് ഇക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ നെഗറ്റീവ് ആംഗിൾ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഈസ് പോളാർ ഫോം. ഒരു കണക്കും കൂടെ 24ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ഇസഡ് ഈസ് ഇക്വൽ ടു 4 ഇൻറ്റു കോസ് π/3 പ്ലസ് ഐ സൈൻ π/3 റൈറ്റ് ഇസഡ് ഇൻ a പ്ലസ് ഐ ബി ഫോം. ഇസഡ് ഈസ് ഇക്വൽ ടു 4 ഇൻറ്റു കോസ് π/3 പ്ലസ് ഐ സൈൻ π/3 ഈസ് ഇക്വൽ ടു 4 ഇൻറ്റു ഇത് കോസ് 60 ഡിഗ്രി π 180 ഡിഗ്രി ആയതുകൊണ്ട് കോസ് 60 ഡിഗ്രി 1/2 പ്ലസ് ഐ ഇൻറ്റു സൈൻ 60 ഡിഗ്രി √3/2. അപ്പോൾ നമുക്ക് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പ്ലസ് 2√3 ആയി എന്ന് കിട്ടും. അപ്പോൾ ഇസഡ് ഈസ് ഇക്വൽ ടു a പ്ലസ് ഐ ബി എന്ന രൂപത്തിലാവുകയും ചെയ്തു. റൈറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ്. അപ്പോൾ ഇസഡ് 2 പ്ലസ് 2√3 ആയി ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് a പ്ലസ് ഐ ബി, എ പ്ലസ് ഐ ബി എന്ന കോമ്പൗണ്ട് നമ്പറിൻ്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a പ്ലസ് മോഡ് ഇസഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -a പ്ലസ് മോഡ് ഇസഡ് ബൈ 2 a2 b2√3. അപ്പോൾ മോഡ് ഇസഡ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 4 ഇൻറ്റു 3 റൂട്ട് ഓഫ് 16 4. അപ്പോൾ റൂട്ട് ഓഫ് 2 പ്ലസ് 2√3 ഐ ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 പ്ലസ് 4/2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -2 പ്ലസ് 4/2. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഇത് 3 വരും. പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് √3 പ്ലസ് ഓർ മൈനസ് ഐ എന്ന് ആൻസർ കിട്ടി. ഇമാജിനറി പാർട്ട് ഓഫ് 2 പ്ലസ് 2√3 ഐ ഈസ് പോസിറ്റീവ് ആയതുകൊണ്ട് 2 സെയിം സൈൻ ഫോർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്
അതുകൊണ്ട് √2 + 2 √3i എന്ന് പറയുന്നത് √3 + 1i ആൻഡ് -√3 - 1i. ഇനി അതിൻ്റെ അടുത്ത പിരിവെന്ന് പറയുന്നത് റൈറ്റ് പോളാർ ഫോം ഓഫ് √Z വിച്ച് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 2 റൂട്ടുള്ളതിൽ ഇതാണ് പോസിറ്റീവ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുന്നത്. ഇത് √3 1 എന്ന പോയിന്റ് വഴിയാണ് ഈ കോംപ്ലക്സ് നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് വരുന്ന സ്ഥലമാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. നിങ്ങൾക്കറിയാമല്ലോ എക്സ് അക്ഷം വൈ അക്ഷം വരയ്ക്കുമ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അതായത് എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് വൈ കോർഡിനേറ്റും പോസിറ്റീവ്, അതാണ് ഈ കോംപ്ലക്സ് നമ്പറിലുള്ളത്. അതിൻ്റെ പോളാർ ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. Z √3 + i, ഇവിടെ എഴുതിക്കോ x + iy √3 + i. അപ്പോൾ x √3 y1 r = mod z √x² + y² √3 + 1, അതായത് 2 cos θ x/r √3/2 sin θ y/r 1/2. അങ്ങനെ വരുന്ന തീറ്റ 30 ഡിഗ്രിയാണ്. സംശയമാണെങ്കിൽ ടേബിൾ ഇങ്ങനെ ചതുരത്തി പെൻസിലിന് വരച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. തീറ്റ 30 ഡിഗ്രിയിൽ പഠിച്ചു വെക്കണം. കോസ് തീറ്റ √3/2 സൈൻ തീറ്റ 1/2 വരുന്ന തീറ്റ 30 ഡിഗ്രി. റേഡിയോമെട്രി പറയുമ്പോൾ π/6, കാരണം π 180, π/6. അപ്പോൾ പോളാർ ഫോം ഈസ് Z = r എന്ന് പറയുന്നത് 2 cos തീറ്റ cos π/6 + i sin π/6. ഇനി നമുക്ക് കുറച്ച് കണക്കോടെയുണ്ട്. 25, 26, 27, 28, 29, അതായത് അതിൽ അടുത്ത ദിവസമേ പറ്റുള്ളൂ, ഇന്നെല്ലാം കൂടി പറ്റിയല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇപ്പോൾ എത്ര പ്രോബ്ലം ഞാൻ പഠിപ്പിച്ചത് ഇവിടം വരെയാണ്, 24ാമത്തെ കണക്ക് വരെ. അപ്പോൾ 24 ഉണ്ട്, 23 ഉണ്ട്, 22, 21, 20, 19 ഇവിടെ നിന്നിട്ടാണ്. 19, 20, 21, 22, 21, 24, 5 കണക്ക്, 5 അല്ല 6 കണക്ക്. 19, 20, 21, 22, 23, 24. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പഠിക്കുന്ന എല്ലാ കണക്കുകളും. ഇപ്പോൾ 24 നോക്കിയോ, a+ib ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഈ cos π/3 cos 60 ഡിഗ്രി sin 60 ഡിഗ്രി വിലയും കൊണ്ടിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. cos 60 ഡിഗ്രി 1/2 sin 60 ഡിഗ്രി √3/2 അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാൻ അത് എത്രയോ കണക്കുകളിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുന്നതിൻ്റെ പോളാർ ഫോം കാണാൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുന്നത് √3 1 വരുന്ന പോയിൻ്റ് വരുന്ന ഈ കോംപ്ലക്സ് നമ്പറാണ്. എൻ്റെ പോളാർ ഫോം കാണാൻ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് സംശയം വരും, പക്ഷേ അത് നിങ്ങൾ പെൻസിലിന് ഇപ്പോൾ വരച്ചെടുക്കുക. അപ്പോൾ 24ൻ്റെ കാര്യം കഴിഞ്ഞു. 23 എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ പോളാർ ഫോം ഓഫ് ദി സൊല്യൂഷൻ, രണ്ടിൻ്റെയും പോളാർ ഫോം കാണാൻ. പോളാർ ഫോമിന് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഒരു സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് പെൻസിലിന് വരച്ചെടുക്കുക. രണ്ടാമത്തേലും ഈ ഭാഗത്തിന് സംശയം വരും, പെൻസിലിന് വരച്ചെടുക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ Z ബാർ കാണുക, ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുക. Z ബാർ അവിടെ ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞപ്പോൾ r² കിട്ടി. 6 mod Z ആണ്, അപ്പോൾ mod Zൻ്റെ സ്ക്വയറിന് എഴുതാൻ പറ്റും. അങ്ങനെ 22 തീർന്നു. 21 എന്നുള്ളത് Zൻ്റെ സ്ക്വയർ കാണുക. a+b² അങ്ങനെ ചെയ്താൽ മതി. i² വില -1 ഇടണമെന്ന് മാത്രം. Z⁻10 കാണുക. Z² r⁵5 വഴിയാണ് അത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ i⁵5 വരും. i⁵5 കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 21 കഴിഞ്ഞു. ഇനി 20 എന്ന് പറയുമ്പോൾ മോഡുലസും ആർഗ്യുമെൻറ്റും കാണാൻ പറഞ്ഞാൽ ഹരണം ചെയ്യണം. താഴെ അത് അതേപടി എഴുതി താഴെ കിടക്കുന്നതിൻ്റെ കോൺജുഗേറ്റും കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചൊരു കോംപ്ലക്സ് നമ്പർ നേരെയാക്കിയിട്ട് മോഡുലസ് r mod Z കാണുക. ഇനി ആർഗ്യുമെൻറ്റ് കാണാൻ സൈൻ തീറ്റയും കോസ് തീറ്റയും കണ്ടുപിടിച്ച് തീറ്റ കാണുക. ഇത് പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്, പെൻസിലിന് വരച്ചിടുക. എന്നിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പർ Z1 കാണുക. സെയിം ആർഗ്യുമെൻറ്റ് ഡിഫറൻറ്റ് മോഡുലസ്. അപ്പോൾ മോഡുലസ് ചുമ്മാ 2 എടുത്തു. ഇവിടെ √2 1/√2 ആയിരുന്നല്ലോ, അതെടുത്തില്ല, 2 എടുത്തു. ആർഗ്യുമെൻറ്റ് തീറ്റ π/4 എടുത്തുകൊണ്ട് നമ്മൾ അത് കണ്ടു. 19 എന്ന് പറയണത് Z1 തന്നിട്ട് Z2 കാണുക. Z2 i × Z1 എന്നുള്ള രീതിയിൽ പിയും ക്യൂവും ആർഗൻ്റ് പ്ലെയിനിൽ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് പോയിൻ്റ് വരച്ചിങ്ങനെ ഒറിജിനിലേക്ക് യോജിപ്പിച്ച് വയ്ക്കുക.
ആംഗിൾ പി വൈക്യു 90 ഡിഗ്രി എന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഒ പിയുടെ നീളവും ഒ ക്യുവിൻ്റെ നീളവും പി ക്യുവിൻ്റെ നീളവും ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടിട്ട് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ കിട്ടുമ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്ക്വയർ കിട്ടുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് വരുന്ന ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് 90 ഡിഗ്രി, അതായത് ഈ ആംഗിളാണ് 90 ഡിഗ്രി. ആംഗിൾ പി വൈക്യു എന്നാണ് ആംഗിളിൻ്റെ പേര്, അത് 90 ഡിഗ്രി എന്ന് എഴുതുക. ഇത്രയും കാര്യങ്ങളല്ലേ ഞാൻ പഠിപ്പിച്ചുള്ളൂ. അപ്പോൾ ഇനി ഒരു ദിവസത്തെ ക്ലാസ്സോടെ കൂടി നമ്മൾ കോംപ്ലക്സ് നമ്പർ തീർക്കും. അതുകൊണ്ട് നാളെ ഒരു ഗൂഗിൾ മീറ്റ് കോംപ്ലക്സ് നമ്പറിനെ വയ്ക്കുവാണ്. കോംപ്ലക്സ് നമ്പറിൻ്റെ ബുക്ക് കൃത്യമായിട്ട് കയ്യിൽ വേണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം, അല്ലാതെ എല്ലാ കണക്കും വായിച്ചു തരാനൊന്നും പറ്റില്ല. ഗൂഗിൾ മീറ്റിൻ്റെ സമയം ഇട്ടേക്കാം, വൈകുന്നേരം പരീക്ഷയുണ്ടായിരിക്കും.